നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇത് എൻ്റെ എല്ലാ നാളത്തെയും ഒരു ചിന്തയിലൂടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് ഭൂമിയുടെ ആവിർഭാവം അല്ലെങ്കിൽ ഒരു ജന്മം, ഭൂമി നമ്മൾ ഈ പ്രപഞ്ചം ഇങ്ങനെ അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയിൽ നിന്നൊരു അഭിപ്രായം ഞാൻ നിങ്ങൾ മുന്നിൽ പങ്കുവയ്ക്കട്ടെ. അതിനു മുന്നേ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. ആദ്യം അഗ്നി. ഈ ഭൂമി സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു ഗ്രഹമായിരുന്നു. അഗ്നിയിൽ നിന്നും ആകാശമുണ്ടാവുകയും ആകാശത്തിൽ നിന്ന് ജലമുണ്ടാവുകയും ജലത്തിൽ നിന്ന് വായു ഉണ്ടാവുകയും വായുവിൽ നിന്നും കരയുണ്ടാവുകയും ഇങ്ങനെയാണ് ഈ ഭൂമിയുടെ ജന്മ സൃഷ്ടി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണെന്ന്. കത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമി, അതായത് ഒരു ഗ്രഹം. ഇപ്പൊ നമ്മൾ നോർമലായിട്ട് ഒരു വിറക് നമ്മൾ നല്ല രീതി നല്ല കനമുള്ള ഒരു വിറക് കത്തിയിട്ട് കത്തും തോറും അതെന്ത് ചെയ്യും? കത്തി അണയുന്നോറും എന്ത് ചെയ്യും? പുറമെ അതിൽ നിന്നും അണഞ്ഞ് പോകും തോറും അതിൽ നിന്നും പുകപടലങ്ങൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. ഈ പുകപടലങ്ങൾ ഇത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഭൂമിയുമായിട്ട് നിങ്ങൾ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൽ, കാരണം ഈ ഭൂമി പോലെ ഈ പ്രപഞ്ചത്തിൽ പറന്നു നിൽക്കുന്ന ഒരു ഇതാണ്. പറന്നു നിൽക്കുന്ന പറഞ്ഞാൽ ഒരു താങ്ങുമോ ഒന്നുമോ ഇല്ലാതെ നിൽക്കുന്ന. അപ്പോൾ ആ തലത്തിൽ നിങ്ങൾ ചിന്തിക്കണം ഇതിനെ. ഈ ഭൂമി അപ്പോ കത്തി നിൽക്കുന്ന ഈ തീ പതുക്കെ അണഞ്ഞ് ഉള്ളിലേക്ക് പോകും തോറും ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഈ പുകപടലങ്ങൾ പോലെ ആകാശം എന്നുള്ള പുകപടലങ്ങൾ ഉയരുകയും ഭൂമിക്ക്, അതായത് ഈ ഗ്രഹത്തിന് എത്രയോ കിലോമീറ്റർ ഉയരി ചെല്ലുമ്പോൾ ഒരു പരിധിക്ക് പുറത്താകുമ്പോൾ ഈ പുകപടലങ്ങൾ ഒരു ആവരണം പോലെ ആകുകയും ഈ ആവരണത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു പരിധിക്ക് മേലെ ഈ കത്തുന്ന വിറകിൽ നിന്നും പുകപടലങ്ങൾ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം അവിടെ ഉണ്ടെങ്കിൽ അത് കുറെ കഴിയുമ്പോൾ അവിടെ നിന്ന് ജലത്തുള്ളികളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജലത്തുള്ളികളായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് കുറേ നേരം ഈ പുകപടലങ്ങൾ മേളിൽ എവിടെയെങ്കിലും തട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ജലത്തിന്റെ തുള്ളികളായി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പോൾ ഈ ഉള്ളിലേക്ക് കത്തി അമർന്നു പോകുന്ന ഈ ഗ്രഹങ്ങളിൽ നിന്നും പുകപടലങ്ങൾ പോലെ മുകളിലേക്ക് ഉയരുകയും ഇത്ര കിലോമീറ്റർ ഒരു പരിധിക്കപ്പുറം ഇതൊരു മായാവലയം പോലെ, ഒരു പുകപടലം പോലെ ആകാശ സൃഷ്ടി ഉണ്ടാകുകയും ഇതിൽ നിന്നും ജലത്തിന്റെ കണികകൾ ആരംഭിക്കുകയും ആ ജലം നേരെ ഭൂമിയിലേക്ക്, അതായത് ഈ കത്തി നിൽക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിന്റെ പുറമേയുള്ള പാളിയിലേക്ക് ഈ ജലത്തുള്ളികൾ വീഴുകയും പുറമേയുള്ള ചൂടോടുകൂടി നിൽക്കുന്ന, അതായത് തീഷ്ണതയോടുകൂടി നിൽക്കുന്ന പുറമേയുള്ള ഈ ഭാഗങ്ങൾ ഈ ജലത്തുള്ളികളാൽ തണുക്കപ്പെടുകയും അവിടെ പാറയോ മണ്ണുള്ള രൂപാന്തരപ്പെടുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, മാഗ്മ, ലാവ പൊട്ടി എന്ത് ചെയ്യും? പുറമേ വന്നു കഴിഞ്ഞാൽ അത് പാറയായി തണുത്തുറഞ്ഞത് പാറയായി മാറുന്നു. ഇല്ല, അത് നിങ്ങൾക്ക് അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ ചിന്തിക്കുക. ആ ജലത്തിൽ നിന്നും വായു രൂപപ്പെടുകയും ചെയ്യും. വായു ഭൂമിയുടെ സംക്രമണം കൊണ്ട് കാറ്റായി ഭ്രമണം ചെയ്യുകയും ഇതിലെല്ലാം ഒരു പരിണാമ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. കാരണം ജലത്തിൽ നിന്ന് വായുവിൽ നിന്നും കര രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ കര രൂപാന്തരപ്പെടുകയും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഭൂമി എങ്ങനെ ഉരുണ്ടതായെന്ന്. നിങ്ങൾ ഒരു ഗോളത്തെ അല്ലെങ്കിൽ ഒരു ഗോളത്തെ മാക്സിമം നിങ്ങൾ അത്ര തീഷ്ണമായി ഒരുക്കുമ്പോൾ ആ തീഷ്ണതയുള്ള ഗോളം എന്താവും? അതായത് ഇത് നമുക്കിവിടെ ഗുരുത്വാകർഷണം ഉണ്ട്, താഴേക്ക് വീഴും. എന്നാൽ ഗുരുത്വാകർഷണം ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിൽ ആ തീഗോളം എന്ത് ചെയ്യും? നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കുമിളകൾ ഉണ്ടാക്കുന്ന ഇത് നമുക്ക് അറിയാം. നമ്മളെടുത്ത് ഊതുമ്പോൾ എന്ത് ചെയ്യും? ഊതുമ്പോൾ അതൊരു ഷേപ്പായിട്ട് പോയിട്ട് വലിയൊരു കുമിളയായി മാറുന്നു. പക്ഷെ ആ വലിയ കുമിളയായി മാറുമ്പോൾ ആ കുമിളയ്ക്ക് ഇതിന്റെ ഇതിൽ നിന്ന് ചെറിയൊരു ഷേക്കിങ്, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉരുണ്ട ഷേപ്പ് ഉണ്ടാവില്ല.
നിങ്ങൾ കാണുമ്പോൾ അറിയും വലിയൊരു കുമിളകൾ നിങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുമിള എന്ത് ചെയ്യും? കാരണം കത്തിജ്വലിച്ച് നിൽക്കുന്ന ലിക്വിഡ് രൂപമായിട്ടുള്ള ഒരു ഗ്രഹം അത്ര അത് തീഷ്ണതയിൽ നിൽക്കുമ്പോൾ അതിന് ലിക്വിഡ് രൂപഭാവമാണ് വരുന്നത്. അപ്പൊ ഇത് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ ഇതിന് താഴേക്ക് പോവാനോ പുറത്തോട്ട് എങ്ങോട്ട് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അഥവാ തുള്ളിത്തുള്ളികളായിട്ട് മാറിപ്പോയാൽ പോലും ഇത് ചെറിയ ലാവ കണങ്ങളായിട്ട് ചിതറി ചിതറി പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇത് വലിയൊരു ഗ്രഹമായതുകൊണ്ട് ഈ ഗ്രഹം എന്ത് ചെയ്യും? ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മുട്ട ഷേപ്പാണ്. കാരണം നിങ്ങൾക്കറിയാം നമ്മളൊരു കുമിള വലിപ്പിച്ച് വീർപ്പാക്കുമ്പോൾ ആ കുമിളയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ടാവില്ല. എന്നാൽ ഒരു റൗണ്ട് ഷേപ്പും വരും. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഷേപ്പ് മാറുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാന്നുള്ളതാ. ഇതാണ് ഇങ്ങനെയാണ് ഭൂമിയുടെ അതായത് അഗ്നിയിൽ നിന്നും ആകാശവും, ആകാശത്തിൽ നിന്നും ജലവും, ജലത്തിൽ നിന്നും വായുവിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം അതായത് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുക. താങ്ക് യു.